السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. അവിടുന്ന് പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ അവൻ ആരോടാണ് സഹവസിക്കുന്നത്, ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ചെറിയ ഒരു വാചകത്തിലൂടെ വലിയ ഒരു ആശയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ, സംസ്കാര രൂപീകരണത്തിൽ അവൻ്റെ സൊസൈറ്റി അവനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാത്ത കാര്യം. അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെ അവൻ ആരോടൊക്കെയാണോ കൂട്ടുകൂടുന്നത് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും സംസാരങ്ങളും ഒക്കെ ഒരുവന്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനിക്കും എന്നുള്ള കാര്യം സംശയഭേദമന്യേ തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും ഉണ്ടാവുക. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ആരോടാണ് സഹവസിക്കുന്നത് എന്ന്. ഒരു വിദ്യാർത്ഥികാരനോടാണ് നമ്മുടെ കൂട്ട് എങ്കിൽ നമുക്ക് വിദ്യാർത്ഥികളോട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു ഗൗരവം കുറഞ്ഞു വരും. ശിർക്ക് ചെയ്യുന്ന ആളുകളോടാണ് നമ്മൾ കൂട്ടുകൂടുന്നത് എങ്കിൽ അവരുടെ ശിർക്കിനെ നമ്മൾ ചിലപ്പോൾ ന്യായീകരിക്കും, അല്ലെങ്കിൽ അത് വില കുറച്ച് കാണും, അതൊന്നും ഒരു വലിയ സംഭവമല്ലാത്ത പോലെ തോന്നും. അതുപോലെ തന്നെ തെമ്മാടികളും വൃത്തികെട്ടവന്മാരുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടുന്നത് എങ്കിൽ അവരുടെ ആ ഫിസ്ക് നമ്മൾ എന്ത് ചെയ്യും, വില കുറച്ച് കാണും. ഒരു വേള നമ്മൾ പോലും എന്ത് ചെയ്യും, അതിൽ പോയി പെടും. നമുക്കറിയാം, കുറേ ആളുകൾ വലിയ താടിയും അതല്ലെങ്കിൽ വലിയ ദീനൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളുകൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് താടിയില്ല, നിര്യാണിക്ക് മകളുള്ള വസ്ത്രമില്ല, ദീനിയായിട്ട് യാതൊരു ഷിയാറുമില്ല, ആ രൂപത്തിൽ മാറിയ ആളുകളെ കാണാൻ പറ്റും. സത്യത്തിൽ അതിൻ്റെ പിന്നാമ്പുറം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടുകെട്ട് മോശമായി എന്നുള്ളതാണ് നമുക്കതിൻ്റെ ഉത്തരമായിക്കൊണ്ട് എന്ത് ചെയ്യുക പലപ്പോഴും കണ്ടെത്താൻ സാധിക്കുക. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു വാചകം കാണാം, ഫഅൻത ഖദ് തറ റജുലൻ മുസ്തഖീമൻ അഫീഫൻ സാലിഹൻ, നിനക്ക് നേരെ ചൊവ്വായി നിൽക്കുന്ന ഒരാളെ, സ്വാലിഹായ ഒരു മനുഷ്യനെ നിനക്ക് കാണാം. ഫഇദാ ഖാറന വഖാലത അഹ്ലി സ്സൂഇ വൽ ഫിസ്ഖി വസഹിബഹും, ഇനി ആ മനുഷ്യൻ തെമ്മാടികളും വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളുമായിട്ടൊക്കെ കൂട്ടുകൂടുകയും അവരുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അസ്ബഹ ഫാസിഖൻ ഫാജിറൻ മിസ്ലഹും, അവനും അവരെ പോലെ എന്താവും, ഒരു തെമ്മാടിയായി മാറുന്നുള്ളത് ഉറപ്പാണ്. വഹാദിഹി സുന്നത്തുല്ലാഹി ഫീ ഖൽഖിഹി, ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്, അവൻ്റെ സൃഷ്ടികളിലുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ് ഇത്. എന്നിട്ട് അദ്ദേഹം ഒരു ചൊല്ല് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, അസ്വാഹിബു സാഹിബും, ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സാഹിബാണ്. സാഹിബ് എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുവരുന്നവനാണ്. അവൻ ഏതിലാണോ ഉള്ളത് അതിലേക്ക് എന്ത് ചെയ്യും, അവൻ വലിച്ചു കൊണ്ടുവരപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം ആളുകൾക്കൊന്നും ദഅവത്ത് കൊടുക്കണ്ട, അവരുടെ അടുത്തൊന്നും മിണ്ടണ്ട എന്നല്ല അർത്ഥം. മറിച്ച് അവരോട് കൂട്ടുകൂടുന്ന ഒരവസ്ഥ, നമ്മൾ പുറത്തു പോകുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും നമ്മളുടെ വീട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു സഹചാരിയായി കൊണ്ട് നടക്കുക എന്നുള്ളത് അത് നമ്മളെ തന്നെയാണ് അറിയാതെ നശിപ്പിച്ച് കളയുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.